ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈദ് ഹോളിഡേയ്സ് നമുക്കിവിടെ ദുബായിൽ ഒരു 3-4 ദിവസം ഈദ് ഹോളിഡേയ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈദ് ഹോളിഡേയ്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഓഫീസും സ്കൂളും ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ അങ്ങനെയുള്ളൊരു ടൈമിൽ നമ്മൾ ഒന്ന് പുറത്തു പോയായിരുന്നു. അപ്പോൾ ഗ്ലോബൽ വില്ലേജിൽ പോകാനായിട്ട് കുറേ നാളായിട്ടുള്ള ഒരു പ്ലാനാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബൽ വില്ലേജ് സ്റ്റാർട്ട് ചെയ്ത ആ ഒരു ടൈമിൽ കുറച്ച് ചൂടും കാര്യങ്ങളൊക്കെ കാരണം നമ്മൾ കുറച്ചങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം പിന്നീട് അത്യാവശ്യം നല്ല തണുപ്പായപ്പോൾ തണുപ്പാണെന്ന് പറഞ്ഞ് നമ്മൾ ഗ്ലോബൽ വില്ലേജ് എക്സ്റ്റെൻഡ് ചെയ്തു. പിന്നെ റംലാൻ മാസം ഒരു മാസം റംലാൻ ആയിരുന്നല്ലോ, അപ്പോൾ അതുകൊണ്ട് റംലാൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം ഈ വീക്കിൽ ഗ്ലോബൽ വില്ലേജ് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ഇനിയും പോയില്ലെങ്കിൽ ഗ്ലോബൽ വില്ലേജ് ഈ വർഷത്തെ നമുക്ക് ക്യാൻസൽ ആക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈദ് ഹോളിഡേയ്സിൽ ഒരു ദിവസം ഗ്ലോബൽ വില്ലേജ് നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നമ്മൾ ഫ്രണ്ട്സും കസിൻസും നമ്മളെല്ലാവരും കൂടി ഗ്ലോബൽ വില്ലേജിലേക്ക് പോവുകയാണ്. ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു 6:37 ആയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ദുബായിൽ അത്യാവശ്യം ചൂടുണ്ട്. പകൽ ടൈമിൽ അത്യാവശ്യം ടെമ്പറേച്ചർ ഹൈ ആണ്. ഒരു 30-35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉണ്ടാവും എങ്ങനെ പോയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 4:35 ഒക്കെ ആയപ്പോൾ റെഡിയായി. പക്ഷേ നമ്മൾ നമ്മുടെ പ്ലാൻ കുറച്ചും കൂടി ഒന്ന് നീട്ടി. അപ്പോൾ ഒരു 6:37 ഒക്കെ അതാകുമ്പോഴത്തേനും നല്ലൊരു ക്ലൈമറ്റാണ്. ചൂടുമില്ല തണുപ്പുമില്ല, അത്യാവശ്യം നല്ല ഒരു ക്ലൈമറ്റാണ്. പിന്നെ ഗ്ലോബൽ വില്ലേജ് എന്നൊക്കെ പറയുമ്പോൾ കംപ്ലീറ്റ് ഔട്ട്ഡോർ സംഭവമാണ്. അപ്പോൾ മക്കളും നമ്മളെല്ലാവരും കൂട്ടിയിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല ഒരു കറക്റ്റ് ഒരു ടൈം ഒരു 7-7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളിതാ സ്പോട്ടിൽ എത്തിയത്. അപ്പോൾ നമ്മുടെ വർസാനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജ് ഏകദേശം അടുത്താണ്, ഒരുപാട് ഡിസ്റ്റൻസും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ നമ്മുടെ കൂടെ നമ്മുടെ കുറേ ഫ്രണ്ട്സ് ഫാമിലിയും കുട്ടികളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇന്നത്തെ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് എക്സ്പ്ലോറാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഉള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് ലെങ്തായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോ ഒരു പാർട്ട് 1 പാർട്ട് 2 അങ്ങനെ ചെയ്യാനാണ് ചാൻസ് എന്ന് പറയുന്നത്. കാരണം ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ മുഴുവൻ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം എന്ന് വെച്ചാൽ അത്യാവശ്യം വീഡിയോ ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് തന്നെ ഈ ഗ്ലോബൽ വില്ലേജ് വിശേഷങ്ങൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗ്ലോബൽ വില്ലേജ് പാർട്ട് 1 ആയിട്ട് ഞാൻ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഭയങ്കര ക്രൗഡാണ് കേട്ടോ. അത്യാവശ്യം ക്ലോസ് ചെയ്യാനുള്ള ആ ഒരു ലാസ്റ്റ് വീക്കൊക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ വീക്കെൻഡാണ്, നമ്മൾ വീക്കെൻഡിലുമാണ് ഇറങ്ങിയത്. അതുകൊണ്ട് അത്യാവശ്യം നല്ല ക്രൗഡാണ്. അപ്പോൾ പാർക്കിങ്ങിന് വേണ്ടി തന്നെ നമ്മൾ കുറച്ച് നേരം സെർച്ച് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തത് നമ്മുടെ വണ്ടിയിൽ നമ്മൾ ഇതുപോലെയുള്ള കൂടുതൽ നടക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ മക്കളെ സ്ട്രോളറിലാണ് ഇരുത്തുന്നത്. അപ്പോൾ സ്ട്രോളറിലിരുത്തി കുറച്ച് നടന്നു. അതിനുശേഷം പിന്നീട് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു റിക്ഷ പോലത്തെ ഒരു സംവിധാനമുണ്ട്. അപ്പോൾ എന്തോ ഒരു 5 ദിർഹംസോ 10 ദിർഹംസോ അങ്ങാണ്ട് പേ ചെയ്യുകയാണെങ്കിൽ നമ്മളെ അവർ അതിൻ്റെ അടുത്ത് കൊണ്ടുവിടും. അപ്പോൾ കുറച്ച് നടപ്പ് കുറയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഗ്ലോബൽ വില്ലേജിൽ ആ ഒരു റിക്ഷ ചൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും നമ്മൾ ഗ്ലോബൽ വില്ലേജ് എത്തി. അപ്പോൾ പുറമേയൊക്കെ കാണുമ്പോഴത്തേനും എല്ലാ വർഷവും നമ്മൾ കാണുന്ന പോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്, ഒരുപാട് ചേഞ്ചസ് ഒന്നുമില്ല. പിന്നെ ഉള്ളിലാണ് സ്റ്റാളുകളും അതുപോലെ തന്നെ ഓരോ ഷോപ്സിനൊക്കെ മോഡിഫിക്കേഷൻസും ചേഞ്ചസും ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിലെത്തി. അപ്പോൾ ടിക്കറ്റ് കൗണ്ടറിൽ ടിക്കറ്റ് എടുക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഓൺലൈനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് നോക്കി, അപ്പോൾ എന്തോ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് വന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ചെയറിൽ ഒരു ബെഞ്ചിൽ ഇരിക്കുകയാണ് നമ്മൾ ലേഡീസ് എല്ലാവരും. ആണുങ്ങൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് ടിക്കറ്റ് എടുക്കാൻ പോയി. അപ്പോൾ കുട്ടികളെ എല്ലാവരെയും അവരവരുടെ സ്ട്രോളറിൽ നമ്മൾ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഇങ്ങനെ തന്നെ ഇരുത്തി ഉള്ളിലൂടെ കൊണ്ടുപോകാം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് എൻട്രി ടിക്കറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇനി നമ്മൾ ഗ്ലോബൽ വില്ലേജിലെ ഓരോ കാര്യങ്ങൾ കാണാനാണെങ്കിൽ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക്
നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഫേവറേറ്റ് കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നടത്ത് പോകണം, ഇന്നത് കഴിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ കുറച്ചായിട്ട് നടത്താമെന്ന് വിചാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മൾ ഇത് ഫുൾ അങ്ങ് എക്സ്പ്ലോർ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റാതെ വരും. അങ്ങനെ നമ്മളിതാ ഓരോന്നോരോന്ന് ഇതിപ്പോൾ എൻട്രൻസിലാണ്. അപ്പോൾ എൻട്രൻസിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് കയറുകയാണ്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ പവലിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പവലിയൻ ഒക്കെ ഒരുപാട് കംപ്ലീറ്റ് പവലിയൻസ് ഒന്നും നമ്മൾ വിസിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് വീട്ടിൽ നിന്ന് നമ്മൾ തീരുമാനിച്ച് വന്ന കുറച്ച് പവലിയനും കാര്യങ്ങളൊക്കെയുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള കുറേ സ്വീറ്റും ഫുഡ് ഐറ്റംസൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് ഓർണമെൻറ്റ്സ് കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പീസസ് ഇരുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ്. അപ്പോൾ അത് ഒന്ന് നോക്കണം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ ഐറ്റംസൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഓരോരോ പീസസ് ഞാനും നമ്മളെല്ലാവരും കൂടി ഓരോ ഐറ്റംസ് നോക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാംഗിൾസും ഇയറിങ്സും അതുപോലെ തന്നെ ചെയിനും അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വളരെ ക്യൂട്ടായിട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് നമ്മൾ ആ ഇയറിങ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുമായിരുന്നു. ഇതൊക്കെ ലേഡീസിൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാണ്. എനിക്ക് ഇതിലും ഫേവറേറ്റ് എന്ന് പറയുന്നത് കുറച്ച് ഫുഡ് നമ്മുടെ ലിസ്റ്റിലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ കുഞ്ഞു സാധനങ്ങളൊക്കെ നമ്മൾ നോക്കി, കാരണം അഫോർഡബിൾ പ്രൈസിനുള്ള വളരെ ചെറിയ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഒരു മിനി പർച്ചേസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ പർച്ചേസ് വീഡിയോ ആയിട്ടൊന്നും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നോർമലി നമ്മുടെ ഗ്ലോബൽ വില്ലേജ് ഞങ്ങൾ കണ്ട വിശേഷങ്ങൾ അത് നിങ്ങളിലും കൂടെ ഷെയർ ചെയ്യുകയാണ്. പിന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കഴിച്ച ഒരു എന്തൊക്കെ ഫുഡ് ഐറ്റംസാണ് കഴിച്ചത് അങ്ങനെയുള്ള വീഡിയോ ഒക്കെ വേറെ ഒരു ഡെയിലി ചെയ്യാം എന്ന് വിചാരിച്ചു. ഈ ഷോപ്പിലൊക്കെ കയറിയപ്പോൾ വളരെ അഫോർഡബിളായിട്ട് 5 dirhams 10 dirhams 15 20 dirhamsൽ മാത്രം നിൽക്കുന്ന കുറേ ഐറ്റംസ്. ഇപ്പോൾ ഞാൻ സാറായ്ക്ക് വേണ്ടിയിട്ട് സാറായ്ക്ക് സ്കൂളിൽ ഗോൾഡ് കാര്യങ്ങളൊന്നും അലൗഡ് അല്ലല്ലോ. അപ്പം കുറച്ച് മുത്ത് പേളിൻ്റെ മാലയും കാര്യങ്ങളുമൊക്കെ ഒരു ഡിഫറെൻറ്റ് വെറൈറ്റി തോന്നിയപ്പോഴത്തേനും അപ്പോൾ അതൊക്കെ നോക്കണം, അങ്ങനെ ഒന്ന് നോക്കുമായിരുന്നു സ്കൂളിൽ മുത്തുമാലയൊക്കെ ഇട്ട് വിടാനായിട്ട്. പിന്നെ ഐസ്ക്രീം അങ്ങനെ എല്ലാം ഓരോന്നോരോന്ന് നമ്മൾ കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസിലേക്കൊക്കെ നമ്മൾ കയറുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മാക്സിമം ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്യാം എന്ന് വിചാരിച്ചു. നമുക്ക് ആ തായ് ഫുഡിൻ്റെ ആ ഒരു സെക്ഷനിലൊക്കെയാണ് നമ്മൾ വെറൈറ്റി ഫുഡ് ട്രൈ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതും ഒക്കെ ഒരു വെറൈറ്റിയാണ്, കാരണം നമുക്കിതിൻ്റെ ഒന്നും പേര് പോലും അറിയത്തില്ല, കാരണം അത്രയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റംസാണ് ഓരോന്നും. പിന്നെ നമ്മൾ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് ഏറ്റവും ആദ്യം വാങ്ങിച്ച ഫുഡെന്ന് പറയുന്നത് സ്പൈറൽ പൊട്ടറ്റോസ്. ഇത് നല്ല ടേസ്റ്റാണ്, അത്യാവശ്യം നല്ല ചൂടുമായിട്ടുള്ള സ്പൈസി ചീസ് പൗഡറൊക്കെ മിക്സ് ചെയ്തിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതാ ഒരെണ്ണം വാങ്ങിച്ച് അങ്ങനെ നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിച്ചു. പിന്നെ ഇതാണ് നമ്മുടെ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് തായ് മാർക്കറ്റാണ്. ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. വെള്ളത്തിൽ തന്നെ ഓരോ സ്റ്റാൾസ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ്. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഐറ്റംസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് സംഭവങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, കാരണം നെക്സ്റ്റ് വീഡിയോയിലും കൂടെ ആയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് സ്റ്റിക്കി മാംഗോ റൈസ് കഴിക്കാനായിട്ട് പ്ലാനാണ്. കാരണം ഞാൻ കുറേ ആയിട്ട് ഈ ഗ്ലോബൽ വില്ലേജിൽ വരാനായിട്ട് കാത്തിരുന്നത് തന്നെ സ്റ്റിക്കി മാംഗോ റൈസ്. ഇവിടെ എന്ന് പറയുന്നത് ഒതൻറ്റിക് സ്റ്റിക്കി മാംഗോ റൈസ് ഇവിടെയാണ് കിട്ടുന്നത്. നമ്മൾ മറ്റ് പലയിടത്തൊന്നും സ്റ്റിക്കി മാംഗോ റൈസ് കഴിച്ചിട്ടുണ്ട്, നമ്മൾ ലബനി എന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അവിടുത്തെ ഒന്നും ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു ഐറ്റം അല്ല. അപ്പോൾ ആ ഒരു ആദ്യം കഴിച്ച ആ ഒരു സ്പൈറൽ പൊട്ടറ്റോ ഉണ്ടല്ലോ, ചീസി ഫ്ലേവർ സ്പൈറൽ പൊട്ടറ്റോ, അത് നമ്മൾ വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്ത് വന്നതാണ് അത് കഴിക്കണമെന്ന്. ഇത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ്.
അപ്പോൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൻ്റെ സൈഡിൽ നിന്ന് കണ്ട ഈ ഒരു ഓരോ സംഭവം ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. പിന്നെ അതാ നമ്മുടെ മാംഗോ സ്റ്റിക്കി റൈസ് എത്തിയിട്ടുണ്ട്. ഇതൊരു രക്ഷയില്ല. നമ്മൾ ഇങ്ങനെ ഗ്ലോബൽ വില്ലേജിൽ വരാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ അടിപൊളിയാണ്. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഗ്ലോബൽ വില്ലേജിൽ വന്നിട്ട് റേറ്റ് നോക്കി കഴിക്കാനായിട്ടാണെങ്കിൽ നമ്മൾ ഒന്നും വാങ്ങിക്കാതെ തിരിച്ചു പോകേണ്ടി വരും. കാരണം എല്ലാം അത്യാവശ്യം എക്സ്പെൻസീവാണ് ഈ ഒരു ഫുഡ് ഐറ്റംസൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങിക്കുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അതൊക്കെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്താണ് വളരെ നല്ല ചൂടൊക്കെ ആയിട്ട് ആ ഒരു കൊക്കനട്ടിൻ്റെ ആ ഒരു ക്രീമൊക്കെ ഒഴിച്ചിട്ട് ആ ഒരു അടിപൊളി ടേസ്റ്റി തായ് മാംഗോസും അതിൻ്റെ മുകളിൽ വൈറ്റ് എള്ളും എല്ലാം കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. ഭയങ്കര ടേസ്റ്റാണ്. എനിക്ക് ഇത് സ്റ്റിക്കി മാംഗോ റൈസ് ട്രൈ ചെയ്തിട്ട് ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്, ഒരുപാട് പേർക്ക് ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടവർക്ക് ഇത് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ സ്റ്റിക്കി മാംഗോ റൈസ് എന്ന് പറയുന്നത് എൻ്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു സ്റ്റിക്കി റൈസും അത് ചേർന്നിട്ടുള്ള ആ ഒരു കൊക്കനട്ട് ക്രീമും പിന്നെ ആ ഒരു മാംഗോയും എല്ലാം കൂടെ ചേർത്ത് കഴിക്കുന്നത്. ഈ വീഡിയോയിൽ ഏകദേശം ഇത്രയും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒന്നും ആയിട്ടില്ല. ഇനിയും ഗ്ലോബൽ വില്ലേജിൻ്റെ വിശേഷങ്ങൾ ഒരുപാട് എനിക്ക് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനും എത്തിക്കാനും ഉണ്ട്. അപ്പോൾ ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ട് ഗ്ലോബൽ വില്ലേജിൻ്റെ നെക്സ്റ്റ് പാർട്ടായിട്ട് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിലെ എൻ്റെ വളരെ കുറച്ച് വിശേഷങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ ഈ ഒരു വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഗ്ലോബൽ വില്ലേജിലെ വളരെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് പാർട്ട് ഇനിയും ഒരുപാട് ഐറ്റംസ് നമ്മൾ കഴിച്ചതും കുടിച്ചതും കണ്ടതും എക്സ്പ്ലോർ ചെയ്തതുമായിട്ടുള്ള ഒരുപാട് വിശേഷങ്ങൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നെക്സ്റ്റ് വിശേഷങ്ങളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.